ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്വാദിഷ്ടമായ നല്ല നാടൻ തിരളിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തിരളിയപ്പമെന്നോ അതുപോലെ കുമ്പിളപ്പമെന്നോ വയണയിലപ്പമെന്നോ ഒക്കെ ഇതിന് പേര് പറയാം. പക്ഷേ ഇത് ഒരേ ഇലയിലാണ് ഉണ്ടാക്കുന്നതെങ്കിലും വ്യത്യസ്ത രീതിയിലാണ് ഇവ ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പല പേര് ഇതിന് വരുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് പറിച്ചെടുക്കുവാണേ. ഈ തിരളിയപ്പം കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ടേസ്റ്റ് ഉണ്ടെന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല മണവും രുചിയും ഒക്കെയാണ് ഇതിന് കേട്ടോ. അപ്പോൾ തിരളിയപ്പം ഉണ്ടാക്കാനായിട്ട് ശർക്കര, തേങ്ങ, ഗോതമ്പ് മാവ്, പഴം, ഏലക്ക, ജീരകം, നെയ്യ് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഗോതമ്പ് മാവിലേക്ക് ശർക്കര പാനി കാച്ചി അരിച്ചെടുത്തിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ശർക്കര പാനിയിൽ തന്നെ മാവ് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരത്തിന് വേണ്ടുന്ന ശർക്കര വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇല എടുക്കുമ്പോൾ ആ വയണ ഇലയിൽ നന്നായിട്ട് നെയ്യ് തടവിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം മാവ് ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു തിരളിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുപോലെ കുറച്ച് സോഫ്റ്റായിരിക്കാനും അത് സഹായിക്കും. അപ്പോൾ ഇതാ ഇലയിലേക്ക് അതെല്ലാം വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു. ഇനി ഇതാ ഇതുപോലെ തന്നെ ഇലയൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 രീതിയിലാണ് തിരളിയപ്പം മടക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ തിരളിയപ്പം വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പച്ച വയണയില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആവിയിൽ ഈ പച്ച വയണ ഇലയുടെ ഫ്ലേവർ എല്ലാം ആ ഒരു തിരളിയപ്പത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മണവും നല്ല രുചിയായിരിക്കും ഇങ്ങനെ വെച്ച് കൊടുത്താൽ. അപ്പോൾ കുറേ ഇലയുണ്ടെങ്കിൽ കുറേ വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അടച്ച് വേവിക്കുമ്പോൾ ആ ഒരു മണവും പിന്നെന്താ പറയുക, ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും നമ്മളത് കഴിക്കുമ്പോൾ. അപ്പോൾ അതിനകത്തേക്ക് അത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ദാ നമ്മുടെ തിരളിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.